തിരുവാതിര നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും പൊതുവെ ഇടകലർന്നിരിക്കുന്ന ഒരു സമയമാണ്. ചിങ്ങത്തിൽ കേതു, മീനശനി, മിഥുന വ്യാഴം, ഇങ്ങനെയൊക്കെയാണ് തൽക്കാല ഗോചരം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര നല്ലതല്ലാത്ത മാറ്റങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. തൃപ്തികരമല്ലാത്ത ചില അന്തരീക്ഷം നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും വരാം. വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെ അവിടെ വരാനിടയുള്ള സമയമാണ്. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ അത്യന്തം സൂക്ഷിച്ച് ചെയ്യണം. ധനനഷ്ടങ്ങളും മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം വെച്ച് പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ നിലവാരം താഴോട്ട് പോകാവുന്ന സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. കുടുംബത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതികൂലമായ അന്തരീക്ഷങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരാം. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത്യന്തം ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ നഷ്ടങ്ങളും പരാജയങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹനിലയും അതിൻ്റെ ഗുണദോഷാവസ്ഥകളും ഇപ്പോഴുള്ള ദശാകാലസ്ഥിതിയുമെല്ലാം നന്നായി പരിശോധിപ്പിച്ച് ഉചിത പ്രതിവിധി കണ്ടെത്തുക. കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉള്ളവർ അവിടെ വേണ്ടത്ര ആരാധനകൾ കൃത്യമായി നടത്തുകയും അവിടുത്തെ ദൈവാധീന സ്ഥിതി ശരിയായി ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ്.